രണ്ടു ദിവസം വലിയ വായിൽ വീമ്പിളക്കുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങളുടെ കിടപ്പ് എന്ന് മനസ്സിലാക്കാൻ ട്രംപിന് 2 ദിവസമേ വേണ്ടി വന്നുള്ളൂ. ലോകത്ത് വലിയൊരു വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തിയിട്ട് 2 ദിവസത്തിനകം ട്രംപ് പിൻവലിഞ്ഞിരിക്കുന്നു. നോക്കാം, കുത്തനെ താരിഫ് കൂട്ടിയ ട്രംപിൻ്റെ ട്രേഡ് വാർ പദ്ധതി എന്തായിരുന്നു? എന്തുകൊണ്ടാണ് 2 ദിവസം ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ശേഷം ട്രംപിന് പിൻവാങ്ങേണ്ടി വന്നത്? ഫാക്ട് ആൻഡ് ഫോക്കസ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തന്നെ താനിതാ വിപ്ലവകരമായ പല തീരുമാനങ്ങളും കൊണ്ടുവരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലകുറി പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാനമേറ്റതു മുതൽ ഇടയ്ക്കിടെ ഞെട്ടിപ്പിക്കുന്ന പല കൽപ്പനകളും നടത്തി അദ്ദേഹം വാക്കുപാലിക്കുന്നുണ്ട്. അങ്ങനെ മറ്റൊരു പ്രഖ്യാപനം കൂടി കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം നടത്തി. ചൈന, കാനഡ, മെക്സിക്കോ ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള താരിഫ് ട്രംപ് കുത്തനെ കൂട്ടി. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള വസ്തുക്കൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തിയത്. അതേസമയം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% നികുതി ഏർപ്പെടുത്തി. അതോടൊപ്പം ചൈനയിൽ നിന്ന് വരുന്ന $800 താഴെ മൂല്യമുള്ള ചെറിയ ഷിപ്മെൻറ്റുകൾ US-ൽ സൗജന്യമായി ഇതുവരെ പ്രവേശിക്കുമായിരുന്നു. ദി മിനിമസ് എക്സംഷൻ എന്നറിയപ്പെട്ട ചൈനയിൽ നിന്നുള്ള ഈ സൗജന്യ ഇറക്കുമതി നിർത്തലാക്കുകയും ചെയ്തു. അമേരിക്കയുടെ സുരക്ഷാ കാര്യങ്ങളിൽ ആശങ്കകളുണ്ട് എന്ന കാരണം പറഞ്ഞാണ് ട്രംപ് ഇത് ചെയ്തത്. മയക്കുമരുന്നാണ് പ്രശ്നം. 2023 മാത്രം 75,000 പേരുടെ മരണത്തിന് കാരണമായത് ഫെന്റനിൽ എന്ന വേദന സംഹാരി മരുന്ന് ഓവർഡോസ് ആയതാണത്രേ. ഫെന്റനിൽ എന്ന സിന്തറ്റിക് ഒപ്പിയോയിഡ് നിർമ്മിക്കാനുള്ള രാസവസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നത് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണെന്നാണ് ട്രംപിൻ്റെ വാദം. അനധികൃതമായി മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കക്ക് തടയണം. ഇതിനാണ് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ട്രംപിൻ്റെ ന്യായം. അപ്പോൾ പിന്നെ ചൈനയോ? ചൈനയിൽ ടെമു, ഷീൻ ഇങ്ങനെ തുടങ്ങി കുത്തകകളായ പല കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുമുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് താരിഫ് കൂടാതെ തന്നെ ഉൽപ്പന്നങ്ങൾ ഷിപ്പ് ചെയ്യാൻ കഴിയും. ഇവർ നികുതി അടയ്ക്കേണ്ടി വരുന്നതോടെ അമേരിക്കയിലെ മറ്റു ബിസിനസ്സുകാരെ പോലെ തന്നെ തുല്യമായി മത്സരിക്കാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകളും ഇനി നിർബന്ധിതരായിത്തീരും. കാലങ്ങളായി ലോകത്തുടനീളം നിലനിൽക്കുന്ന കച്ചവട രീതികളിൽ അനീതിയുണ്ട്. ഈ അനീതിയെല്ലാം അമേരിക്കയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. നിങ്ങൾ ഒന്നുകിൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വെച്ച് തന്നെ നിർമ്മിക്കുക, എന്നിട്ടിവിടെ വിപണനം ചെയ്യുക, അല്ലെങ്കിൽ ഇതിനൊക്കെ ഞങ്ങൾക്ക് പണം തരേണ്ടി വരും. ഇങ്ങനെയാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ഇതോടെ കാനഡയും ചൈനയും മെക്സിക്കോയും വെറുതെ ഇരുന്നില്ല. അവർ കൗണ്ടർ താരിഫുകൾ അമേരിക്കയ്ക്ക് മേലും ചുമത്താൻ തുടങ്ങി. $3,000 കോടി വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡയുടെ 25% താരിഫ് കൊണ്ടുവന്നു. ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വഴി ട്രംപിൻ്റെ ഭീഷണിയെ നേരിടാൻ ശ്രമം നടത്തി. വ്യാപാര യുദ്ധം വരുന്നുവെന്ന് പേടിച്ച് ലോകത്തുടനീളമുള്ള ഓഹരി വിപണികൾ താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഡോളർ കൂടുതൽ ശക്തിയാർജിച്ചു. മെക്സിക്കൻ പെസോയും കനേഡിയൻ ഡോളറും ചൈനീസ് യുവാനുമെല്ലാം മൂല്യമിടിഞ്ഞ് താഴോട്ട് പോയി. ബിറ്റ്കോയിൻ പോലും 4% താഴ്ന്നതോടെ ക്രിപ്റ്റോ കറൻസിയിൽ വരെ മാറ്റങ്ങളുണ്ടായി. ഇതുകൊണ്ടൊന്നും ട്രംപ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. യൂറോപ്യൻ യൂണിയനെയും ലക്ഷ്യമിടുന്നുവെന്ന് അദ്ദേഹം സൂചന നൽകി. എന്തിനധികം പറയണം, ഇന്ത്യയെയും ലക്ഷ്യമിട്ട് മോഡിക്ക് വരെ ഫോൺ വിളിച്ചിരുന്നു മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ്. കാനഡ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കോ പ്രസിഡന്റ് ക്ലൗഡിയോ ഷെയ്ൻബോമും ട്രംപുമായി ചർച്ചകൾ നടത്തി. താരിഫ് തീരുമാനങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ അയൽ രാജ്യങ്ങളുമായി അവസാനഘട്ട ചർച്ചകൾക്ക് ശേഷം കാനഡക്കും മെക്സിക്കോക്കും ചുമത്തിയ താരിഫ് ഇപ്പോൾ 30 ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. പകരം അമേരിക്ക ഉന്നയിച്ച ആവശ്യങ്ങൾ കാനഡ അംഗീകരിച്ചു. അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തികളിൽ പുതിയ സൗകര്യങ്ങൾ നിർമ്മിക്കണം. ഇതിനായി ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും 10,000 പുതിയ ജീവനക്കാരും ഉൾപ്പെടെ $130 കോടി സംവിധാനങ്ങളാണ് കാനഡ ഒരുക്കുമെന്ന് ഉറപ്പുകൊടുത്തത്. നേരത്തെ പറഞ്ഞ ഫെന്റനിൽ എന്ന സിന്തറ്റിക് മരുന്നിൻ്റെ അനധികൃത കടത്ത് തടയാൻ ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു സംയുക്ത സേനയെ തന്നെ രൂപീകരിക്കും. ഇതിനായി $2,000 കോടി കാനഡ നൽകും. സമാനമായ തീരുമാനങ്ങൾ മെക്സിക്കോയും അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആരാണ് ജയിച്ചത്? തങ്ങളുടെ അതിർത്തി സംരക്ഷണമടക്കമുള്ള ആവശ്യങ്ങൾ കാനഡയും മെക്സിക്കോയും അംഗീകരിച്ചു. അതുകൊണ്ട് താൻ ജയിച്ചുവെന്ന് ട്രംപിന് ചൂണ്ടിക്കാണിക്കാം. തീരുവ ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്ന് ട്രംപിനെ പിൻവലിപ്പിച്ചിട്ടുണ്ട്. ഇത് കാനഡക്കും മെക്സിക്കോക്കും ആശ്വാസകരമാണ്. പക്ഷേ ചൈന അപ്പോഴും അവിടെ ബാക്കിയാവുകയാണ്. ഇന്ന് താരിഫ് നിരക്ക് നിലവിൽ വന്നിരിക്കുന്നു. പക്ഷേ ചൈനയും ഇപ്പോൾ അമേരിക്കയ്ക്ക് തിരിച്ച് താരിഫ് കൊടുത്ത് പണി നൽകിയിരിക്കുകയാണ്. അമേരിക്കയുടെ 10% താരിഫ് നിലവിൽ വന്ന ഉടനെ തന്നെ
US ടെക് ഭീമൻ ഗൂഗിളിനെതിരെ ആൻറ്റി ട്രസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചു ചൈന. അമേരിക്കയ്ക്ക് മേൽ കൽക്കരിക്കും പ്രകൃതിവാതകത്തിനും 15% താരിഫ് പ്രഖ്യാപിച്ചു. ക്രൂഡ് ഓയിലിനും ലാർജ് ഡിസ്പ്ലേസ്മെന്റ് വാഹനങ്ങൾക്കും പിക്കപ്പ് ട്രക്കുകൾക്കും 10% നികുതി ചുമത്തി. കാനഡയും മെക്സിക്കോയും താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചുവെന്ന് പറയാം. പക്ഷേ ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന സാമ്പത്തിക നീക്കങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വാണിജ്യ യുദ്ധമാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ചൈന. ചൈനയിലെ അമേരിക്കൻ കമ്പനികളെല്ലാം ഇപ്പോൾ അൺറിലയബിൾ എൻറ്റിറ്റി എന്ന ലിസ്റ്റിലാണുള്ളത്. ഇങ്ങനെ ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഇപ്പോഴത്തെ ട്രംപിൻ്റെ നടപടികൾ അമേരിക്ക ഇതുവരെ പറഞ്ഞ നയങ്ങളോട് നേർവിപരീതമാണ്. ലോകം മുഴുവൻ ഒരു ഗ്രാമം പോലെയാക്കി മാറ്റണമെന്ന അമേരിക്കയുടെ ഗ്ലോബൽ വില്ലേജ് പോളിസിയിൽ എല്ലാ രാജ്യങ്ങൾക്കും വ്യാപാരം നടത്താൻ അവസരങ്ങളുണ്ട്. പുതിയ താരിഫ് പ്രഖ്യാപനങ്ങൾ ഈ നയത്തിനോട് ഒട്ടും യോജിക്കുന്നില്ല. 2008 സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അമേരിക്കയ്ക്ക് ഒരു നിലപാടുണ്ടായിരുന്നു. ആഗോള വ്യാപാരത്തെ എല്ലാ രാജ്യങ്ങളും കണക്കിലെടുക്കണം. സ്വന്തം രാജ്യത്തെ വ്യാപാരം മാത്രം നോക്കുന്ന പ്രൊട്ടക്ഷനിസം ഒരു രാജ്യവും സ്വീകരിക്കരുത്. ഇതൊക്കെയായിരുന്നു അന്നത്തെ അമേരിക്കയുടെ നയം. അന്ന് അരുതെന്ന് പറഞ്ഞതെല്ലാം ട്രംപ് ഇന്ന് അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നയങ്ങൾ അമേരിക്കയിലെ തന്നെ ദശലക്ഷം മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വില കൂടാനിരിക്കുന്നു. ഇത്തരം തിരിച്ചടികൾ ട്രംപ് എങ്ങനെ ഉൾക്കൊള്ളുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ അനുദിനം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ് അപ്പോഴേക്കും പുതിയ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുമോ എന്നും നമ്മൾ ശങ്കിക്കേണ്ടിയിരിക്കുന്നു.